ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. കബറിടപ്പള്ളിയിലെ കല്ലറകൾ. കോൺസ്റ്റന്റൈൻ രാജാവ് തീർത്ത കബറിടപ്പള്ളി, അനാസ്തസിസ് ഉത്താനത്തിൻ്റെ പള്ളി. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം റൊത്തോന്തയാണ്. വൃത്താകൃതിയിലുള്ള കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ മുകൾ ഭാഗം തുറന്നിട്ടിരിക്കുകയായിരുന്നു, ഉത്താനത്തെ സൂചിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക്. ഇതിൻ്റെ നടുക്ക് അഷ്ടഭുജ ദേവാലയമാണ്, എഡിക്കുൾ. ഇതിന് 2 മുറികളാണ്. ആദ്യത്തെ മുറി മാലാഖയുടെ കപ്പേള എന്ന് വിളിക്കപ്പെടുന്നു. കബറിടം മൂടി വച്ചിരുന്ന വൃത്താകൃതിയുള്ള കല്ല്, ആ കല്ലിൻ്റെ ഒരു കഷ്ണമാണ് ഈ മുറിയിലെടുത്ത് വച്ചിരിക്കുന്നത്. കബറിടം ആണെങ്കിൽ അതിൻ്റെ വെസ്തീബോളോ, ഒരുക്കത്തിൻ്റെ മുറി. മാലാഖ കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നിരുന്നതിനെ ഓർക്കുന്ന സ്ഥലം. 2ാമത്തെ മുറി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ അതാണ് യഥാർത്ഥ കബറിടം, ആർക്കസോള്ളിയോ. ഒരു ബെഞ്ച്, അതിന് മുകളിൽ അർദ്ധവൃത്താകൃതിയിൽ തുറന്നിട്ട സ്ഥലം. ഇവിടെ 1500കളിലാണ് സ്ലാബ് ഇടുന്നത്. അതിന് കാരണം തീർത്ഥാടകർ കബറിടത്തിൻ്റെ ചെറിയ ചെറിയ കല്ലുകൾ തിരുശേഷിപ്പുകളായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുകളിൽ മാർബിൾ സ്ലാബ് ഇടുന്നത്. 2016 ഇത് നവീകരിച്ചപ്പോൾ അവർ ഈ സ്ലാബ് എടുത്ത് മാറ്റി. താഴോട്ട് നോക്കിയപ്പോൾ കുരിശുദ്ധ കാലഘട്ടത്തിൽ ഇട്ടിരുന്ന ഒരു സ്ലാബിൻ്റെ കഷ്ണം കാണും. ഈ സ്ലാബും എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ അതിൻ്റെ താഴെ ലൈം സ്റ്റോണിൽ കർത്താവിൻ്റെ കാലഘട്ടത്തിലെ യഥാർത്ഥ കല്ലറ കണ്ടെത്തും. അതാണ് നവീകരിച്ച് ഇന്ന് ഭംഗിയാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ മാർബിൾ സ്ലാബ് വീണ്ടും ഇടുന്നു. അതിന് മുകളിലായി കുറച്ചും കൂടി ഉയരത്തിൽ ഒരു പലകയിട്ടിട്ടാണ് ഇന്ന് കുർബാന അർപ്പിക്കുക. അതിൻ്റെ താഴെ മുട്ടുകുത്തി കല്ലറയിൽ തൊടാനും മുത്താനുമുള്ള സൗകര്യമുണ്ട്. ഒരേ സമയം 4 പേർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള സ്ഥലമുള്ളത്. ഈ കബറിടപ്പള്ളിയുടെ ആരാധനാ സ്വാതന്ത്ര്യം സ്റ്റാറ്റസ്കോ അനുസരിച്ച് 3 വിഭാഗക്കാർക്കാണ്. പുലർച്ചെ 1 മണി മുതൽ ഗ്രീക്കുകാരുടെ വിശുദ്ധ കുർബാന ആരംഭിക്കും. 2:30 മുതൽ അർമേനിയക്കാർക്ക്, പുലർച്ചെ 4 മണി മുതൽ 7 മണി വരെ ഫ്രാൻസിസ്കൻസിൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്കർക്ക്. ഇതിൻ്റെ പുറകിൽ, കബറിടത്തിൻ്റെ പുറകിലായി കോൺസ്റ്റന്റൈൻ മൊണോമൊക്ക 1048 പള്ളി നവീകരിച്ചപ്പോൾ ഒരു അൾത്താര പണിതിരുന്നു. ജെറുസലേമിലെ ഇടവക ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അൾത്താരയായിരുന്നു അത്. പിന്നീട് 1596 ഇത് കോപ്റ്റിക്സ് അവരുടേതാക്കി മാറ്റുന്നത്. 1808 തീപിടുത്തത്തിൽ ഇത് നശിച്ചു പോകുന്നു. പിന്നീട് മുഹമ്മദ് അലിയുടെ നിർബന്ധപ്രകാരം ഗ്രീക്കുകാരാണ് അവിടെ ഒരു ചെറിയ കൂടാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്നിത് കോപ്റ്റിക്സിൻ്റേതാണ്. അവരത് നവീകരിച്ച് സൂക്ഷിക്കുന്നു. കബറിടത്തിൻ്റെ ഓർമ്മ അതിൻ്റെ പുറകിലായിട്ട് അവരവിടെ ബലിയർപ്പിക്കുന്നു. ഇതിൻ്റെ നേരെ മുമ്പിൽ കാണുന്ന ഭാഗം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലൂടെ നമുക്ക് കടക്കാം. ഇത് സിറിയൻ ഓർത്തഡോക്സുകാരുടെ ഏക കപ്പേളയാണ്. ഇതിന് പറയുന്ന പേര് അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കബറിടമെന്നാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നേരെ അപ്പുറത്തായി ചെറിയ പൊത്തുകൾ കാണും. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് കാണാം കർത്താവിൻ്റെ കാലഘട്ടത്തിലുള്ള സാധാരണക്കാരുടെ കല്ലറകൾ, കൊഹീം മാതൃകയിലുള്ള കല്ലറകൾ, യഹൂദ കല്ലറകളാണത്. അരിമത്യാക്കാരൻ ജോസഫ് തൻ്റെ കബറിടം കർത്താവിന് വിട്ടുകൊടുത്തപ്പോൾ അതിൻ്റെ പുറകിൽ കണ്ടെത്തിയ കബറിടങ്ങൾ പാരമ്പര്യം അരിമത്യാക്കാരൻ ജോസഫിന് നൽകിയെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ജെറുസലേം നഗരത്തിനകത്ത് 3 പേരെ മാത്രമേ അടക്കിയിട്ടുള്ളൂ. ദാവീദ് രാജാവ്, ഹൂൾഡ പ്രവാചിക, ജോൺ ഹിർക്കാനുസ്. നഗരത്തിനകത്ത് ആരെയും അടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഗോൽഗോത്ത, ഈ കബറിടം ജെറുസലേം നഗരത്തിന് പുറത്തായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ കല്ലറകൾ ഇവിടെയുള്ളത്. ആ കല്ലറകളോട് ചേർന്ന് കർത്താവിൻ്റെ കല്ലറയും തോട്ടവും ഉണ്ടായിരുന്നു എന്നത് സാക്ഷിക്കുന്നു. ഈ കല്ലറകളൊക്കെ നമ്മളോട് പറയുന്നൊരു കാര്യം, അടച്ചിട്ട മുറിയോ മൂടിവെച്ച കല്ലറയോ അല്ല. ശൂന്യമായ കല്ലറ ശൂന്യമായ ലോകമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയുമ്പോൾ അടച്ചിട്ടതിനും അപ്പുറത്താണ് ഉത്തിതൻ്റെ സ്ഥാനം. ക്രൈസ്തവൻ്റെ ഭാഗധേയം ഉത്തിതനായ ക്രിസ്തുവാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.